ഇന്ന് ഡീകാർബണൈസിംഗ് ഗാരേജിലെ എഞ്ചിൻ ഡീകാർബണൈസിംഗിന് വന്നേക്കുന്ന വണ്ടിയാണ് മാരുതി സെലേറിയോ ആണ്. നോർമലി നമുക്ക് സെലേറിയോ മോഡൽസിലെല്ലാം പെട്രോൾ വേരിയന്റ്സ് ആണ് കാണാൻ സാധിക്കാറുള്ളത്. ഇത് വളരെ റെയർ ആണ്. VDI വേരിയന്റ് ആണ് നമുക്ക് ഇന്ന് ഡീകാർബണൈസിംഗിന് വന്നേക്കുന്നത്. അതായത് ഡീസൽ വേരിയന്റ് ആണ്. വണ്ടി ഓൾമോസ്റ്റ് ഒരു 2 lakh plus കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ ടർബോ ഓൾറെഡി കംപ്ലൈന്റ് ആയിട്ട് അത് ചേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ EGR-ഉം ഇന്റർകൂളറും അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഇന്റർകൂളറിനകത്ത് ഓയിൽ കണ്ടന്റ് വളരെ കൂടുതലാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ എയർ ഫിൽറ്ററിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതാ, ഈ വണ്ടിയുടെ എയർ ഫിൽറ്ററിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആണ്. അപ്പൊ ഇതും ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മാത്രം എക്സ്ക്ലൂസീവ്ലി ഡീകാർബണൈസിംഗ് ഗാരേജിന്റെ പ്രൊഡക്റ്റായ പ്രീമിയം എഞ്ചിൻ ഡീകാർബണൈസിംഗ് ആണ് ഈ വണ്ടിയിൽ ചെയ്യുന്നത്. ഓൾറെഡി വണ്ടി പ്രോസസിംഗിലാണ്. നിങ്ങളിപ്പോ കണ്ടത് മാരുതി സെലേറിയോന്റെ എഞ്ചിൻ റൂമാണ്. നോർമലി മാരുതി ഈ ഒരു സെഗ്മെന്റിലെ വണ്ടികൾക്കെല്ലാം എഞ്ചിൻ റൂം എന്ന് പറയുന്നത് വളരെ സ്പേഷ്യസ് ആയിരിക്കും. ഈ ഒരു വണ്ടി ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ എഞ്ചിൻ റൂം അത്യാവശ്യത്തിലേറെ കൺജസ്റ്റഡ് ആണ്. നിങ്ങളുടെ വാഹനം 30,000 കിലോമീറ്ററിന് മുകളിൽ ഇപ്പൊ റൺ ചെയ്തിട്ടുണ്ട്, ഇതുവരെ എഞ്ചിൻ ഡീകാർബണൈസിംഗ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡീകാർബണൈസിംഗ് ഗാരേജിനെ സമീപിക്കാവുന്നതാണ്. അതിനായിട്ട് നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും കോൺടാക്ട് ചെയ്യുക, ഡീറ്റെയിൽസ് എല്ലാം അറിയാം. അടുത്ത ഹാപ്പി കസ്റ്റമർ നിങ്ങളാവാം. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.